നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ചൂട് കൂടി വരികയാണ്. തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സമ്മർ സീസണിലേക്ക് കടക്കുകയാണ്. തണുപ്പ് കാലമായിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി ചൂട് കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറയാം. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഔട്ട്ഡോർ ടാങ്കുകളാണ്. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ ഹിറ്റ് ചെയ്യുന്ന ടാങ്കുകൾ. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ കൂടുതൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് സൂര്യൻ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ടാങ്കുകളിലേക്ക് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്നത്. മാത്രമല്ല നമ്മുടെ വീടിന് ചുറ്റും തെങ്ങുകളും മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ നട്ടുച്ച നേരത്തൊക്കെ, അതായത് സൂര്യൻ നേരെ മുകളിൽ വരുന്ന ആ ഒരു സമയത്തൊക്കെ ഡയറക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ടാങ്കുകളിലേക്ക് അടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടാങ്കുകൾ ഇതുപോലെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ വളരെ ഓപ്പൺ എയറിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡ് നെറ്റ് കെട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഹൈറ്റിൽ അത് കെട്ടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ടാങ്കിൻ്റെ മുകളിൽ അത് കവർ ചെയ്ത് ഇടാം. പിന്നെ വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൽഗെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീനുകൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. എങ്കിലും നല്ല രീതിയിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ ഷെയ്ഡ് നെറ്റ് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ക്ലിയർ വാട്ടറിലാണ് മീൻ കിടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയ്ഡ് നെറ്റ് അല്ലെങ്കിൽ ടാർപോളിൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചൂടുകാലത്ത് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഷെയ്ഡ് നെറ്റാണ്. ടാർപോളിൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് മഴക്കാലത്താണ്, ടാങ്കിൽ ഡയറക്റ്റ് മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷെയ്ഡ് നെറ്റ് ആണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് കൺട്രോൾ ചെയ്യാനും പറ്റും, അതേസമയം എയർ കടത്തി വിടും ചെയ്യും, എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കും. അതേസമയം ടാർപോളിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയും എയർ കടത്തി വിടില്ല. അതുകൊണ്ട് നമ്മൾ മൂടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ടാങ്കിനകത്ത് ട്രാപ്പ് ആവും. അതുകൊണ്ട് നമ്മൾ ടാർപോളിൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ഒരു 75%ഒക്കെയാണ് കവർ ചെയ്ത് ഇടാനായിട്ട് പാടുള്ളൂ. ബാക്കി ഒരു 25% നമ്മൾ ഓപ്പൺ ആക്കി ഇടണം. കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് അത് അങ്ങനെ കവർ ചെയ്ത് ഇടുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് ഹൈറ്റിൽ കെട്ടി കൊടുക്കുന്നതാണ്. പിന്നെ ആൽഗെ വാട്ടർ ഇല്ലാത്ത ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കാം. അതും അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സും ടാങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു 50%-ത്തിലൊന്നും കൂടുതൽ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ഒരു സർഫസ് ഏരിയ ടാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ലൈറ്റ് ടാങ്കിലേക്ക് അടിക്കുമ്പോൾ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനകത്തുള്ള ടോക്സിൻസും കാര്യങ്ങളെല്ലാം അമോണിയൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മീനുകൾക്ക് ടോക്സിക് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഷെയ്ഡിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ ഒരു സീസണിൽ ടാങ്കിൻ്റെ ഡെപ്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡെപ്ത് ഉള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാവുന്നത് ടോപ്പ് ഏരിയ ആയിരിക്കും. അപ്പോൾ മീനുകൾക്ക് ഡെപ്തിൽ പോയിട്ട് സേഫായിട്ട് നിൽക്കാം. അടിഭാഗത്തുള്ള ഒരു വെള്ളം അങ്ങനെ അത്ര പെട്ടെന്ന് ചൂടാവില്ല. അതേസമയം ഷാലോ ടാങ്കുകൾ, ആഴം കുറഞ്ഞ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ അത് മീനുകൾക്ക് വളരെ ഡേഞ്ചറാണ്. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക. റുട്ടീനായിട്ട് എല്ലാ ആഴ്ചയും ഒരു 25% വെള്ളം മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ആൽഗെ നല്ല രീതിയിൽ വളരും. അപ്പോൾ ചില മീനുകൾക്ക് അത് ഓക്കെയാണ്, പക്ഷേ ചില മീനുകൾക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ആൽഗെ ഓക്സിജൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എയറേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തണുത്ത വെള്ളത്തിലാണ് ഓക്സിജൻ കൂടുതലും റീറ്റെയിൻ ചെയ്യുന്നത്. വെള്ളം ചൂടാകുമ്പോൾ ഓക്സിജൻ റീറ്റെൻഷൻ കുറയും. ഓക്സിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വന്ന് എയർ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എയറേഷൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക.